കരുണാവാരിധിയും അനുഗ്രഹദായകനുമായ കാണക്കാരി ശ്രീകൃഷ്ണസ്വാമിയുടെ സന്നിധിയെ പ്രത്യക്ഷ വൈകുണ്ഠമാക്കി മാറ്റിക്കൊണ്ടാണ് ദശാവതാര ചാർത്തും ഭാഗവത സപ്താഹ യജ്ഞവും നടക്കുന്നത്. 9-ന് തുടക്കം കുറിച്ച ഭാഗവത സപ്താഹ യജ്ഞ ചടങ്ങുകൾക്ക് 19-ന് സമാപനമാകും. ഈശ്വര ഭജനത്തിനും ദാനധർമ്മങ്ങൾക്കും ഉത്തമമായ പുണ്യമാസമായ വൈശാഖ മാസത്തിന്റെ പുണ്യം പേറിയാണ് ഭഗവാന്റെ 10 അവതാരങ്ങളും 10 ദിവസങ്ങളിലായി മണക്കാടില്ലത്ത് നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ ഭഗവത് വിഗ്രഹത്തിൽ ചാർത്തപ്പെടുന്നത്. അത്യപൂർവമായ വഴിപാട് വ്രതശുദ്ധിയോടെ ദർശനം നടത്താൻ ഒട്ടേറെ പേരാണ് എത്തിച്ചേരുന്നത്. ഭാഗവത സപ്താഹയജ്ഞത്തിൽ കഥാരൂപേണ ആധ്യാത്മിക തത്വങ്ങളെ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി നൽകാനും ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. പുത്തില്ലം മധു നാരായണൻ നമ്പൂതിരിയാണ് യജ്ഞ ആചാര്യൻ. യജ്ഞശാലയിലേക്ക് പൂജാദ്രവ്യങ്ങളും നിവേദ്യ സാധനങ്ങളും ധനധാന്യാദികളും എത്തിച്ചു നൽകിയും ഭക്തരുടെ സജീവ സാന്നിധ്യം യജ്ഞത്തിൽ പ്രകടമാകുന്നുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 6:30-ന് വിഷ്ണു സഹസ്രനാമം, 7-ന് ഭാഗവത പ്രാർത്ഥനയും തുടർന്ന് പാരായണവും നടക്കും. ദശാവതാര ചാർത്തിൽ വ്യാഴാഴ്ച ബലരാമ അവതാരമാണ് ഉണ്ടായത്. സങ്കർപ്പണ ദശാവതാരച്ചാർത്തിൽ ബലരാമ അവതാരമാണ് വ്യാഴാഴ്ച നടന്നത്. സംഘർഷണമൂർത്തിയായ ഭഗവാന്റെ അവതാര സ്വരൂപമാണ് ബലരാമൻ എന്നതിനാൽ തന്നെ ഒട്ടേറെ ഭക്തരാണ് ദർശനത്തിനായി എത്തിച്ചേർന്നത്. വെള്ളിയാഴ്ച രാവിലെ 6:30-ന് വിഷ്ണു സഹസ്രനാമവും 7-ന് ഭാഗവത പ്രാർത്ഥനയും തുടർന്ന് പാരായണവും നടക്കും. നെയ്പായസവും പാലുമാണ് പ്രധാന നിവേദ്യങ്ങൾ. രുക്മിണി സ്വയംവരം എന്ന പുണ്യവും വെള്ളിയാഴ്ചത്തെ ഭാഗവത പാരായണ വേളയ്ക്കുണ്ട്. അങ്ങനെ സുബ്രഹ്മണ്യസ്വാമി ഒരു മാസം ആണായിട്ട്, അടുത്ത മാസം പെണ്ണായിട്ട്, അടുത്ത മാസം ആണായിട്ട്, അടുത്ത മാസം പെണ്ണായിട്ട് മാറി 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 ജീവിച്ചു നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ തോന്നി രണ്ടും ഘട്ട ജീവിതമായില്ലേ കഷ്ടം, ഭഗവാനെ സേവിക്കാൻ ഭേദം. ആ പ്രാരബ്ധം ഭഗവാങ്കലേക്ക് നയിച്ചു. എന്നുവെച്ചാൽ ധർമ്മഘടനകളിൽ പെട്ടിട്ടും വീഴ്ത്തയല്ല ഭഗവത് സേവ ചെയ്ത് ഭഗവത് പ്രാപ്തി നേടിയ രാജാക്കന്മാരെ ചെറുതായിട്ടാണ് വർണ്ണിക്കുക. അതിൽ പ്രസിദ്ധൻ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് വസിഷ്ഠാശ്രമത്തിൽ കൂടുമ്പാണ് വർഷക്കാലത്ത് പശുക്കളെ പരിപാലിക്കുന്ന സമയം പശുക്കളെ കൊല്ലാൻ കഴിച്ചു തിന്നാൻ വേണ്ടി കടുവ വന്ന് കയറി. അപ്പാണ് കടുവയെ വെട്ടി ഉന്നം വെച്ച് പശുവിനെ വെട്ടുകൊണ്ട് പശു ചത്തു എന്നാണ് കഥ. ഇതറിഞ്ഞു വസിഷ്ഠൻ ഗോഹത്യ എന്ന് പറഞ്ഞ അമ്മയെ കൊന്ന പാപാണെന്ന്. അതല്ല ഏറ്റവും വലിയ പാപമായിട്ട് ആ പശുവിനെ കൊല്ലാന്ന് പറഞ്ഞേക്കുന്നത്. ഗോഹത്യ സമം അമ്മയെ കൊന്ന പാപം എന്നാണ്. പഞ്ചോഗ്ര പാപങ്ങളിൽ ഏറ്റവും കേമായിട്ട് അപകടമായിട്ട് പറഞ്ഞേക്കുന്ന ശബ്ദമാണ്. പശുവിനെ കൊന്ന അമ്മയെ കൊന്ന തുല്യമായി എന്നാണ്. അപ്പൊ അത്രയും അപകടം നീ ചെയ്തില്ലേ, കടക്കട പുറത്ത് പിടിച്ച് പുറത്താക്കി പ്രസിദ്ധൻ ഭഗവാനെ സേവിച്ച് ഭഗവാനിലേക്ക് ലയിച്ചു ചേർന്നു. പിന്നെ കവി തുടങ്ങിയ കുട്ടികള് സന്യാസിമാരായിട്ട് മാറി എന്ന ചരിതം. ഇനി ശര്യാദിയുടെ കഥ, നമ്പരേഷിന്റെ കഥ, പിന്നെ ആ സകലപുത്രന്മാരുടെ വംശം, സൗദാസന്റെ ഖഡ്വാങ്ങന്റെ ഒക്കെ കഥ പറഞ്ഞ് രാമായണമാണ് പിന്നെ വർണ്ണിക്കുക. അത് കഴിഞ്ഞാൽ ചന്ദ്രവംശം വർണ്ണിക്കുമ്പോഴാണ് പരശുരാമന്റെ അവതാരം, യയാദിയുടെ കഥ, രന്തിദേവന്റെ, ദുഷ്യന്തന്റെ, രാമകന്റെ, പിന്നെ ബലരാമന്റെ അവതാരം വായിച്ച് അന്തരയ്ക്ക് ശേഷം നമ്മള് കൃഷ്ണാവതാരത്തിലേക്ക് എത്തുകയായി. വെണ്ണ, പാല്, പഴം, പഞ്ചസാര, ചുമന്ന പട്ടുകോടകം, തുളസിമാലകള്, നെയ്വിളക്കുകള്,